ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്ര സംഘം ഇന്നെത്തും. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷി വകുപ്പ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. 6 ദിവസത്തെ വിദേശ പര്യടനത്തിനിടെ അദ്ദേഹം സ്ലോവാക്യയും സന്ദർശിക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നൈസിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസ് സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് യാത്ര പുറപ്പെടും മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. സ്ലോവാക്യയിലെത്തുന്ന അദ്ദേഹം സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തും. ഒമാൻ തീരത്ത് ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിൽ ഇന്ത്യൻ നാവികർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പൽ അധികൃതരുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങളിലെ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം അവകാശവാദങ്ങൾക്കും പോസ്റ്റുകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്നുശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മരുന്ന് മാത്രമാണ് ഈ പറയുന്ന ആന്റി വൈറൽ മെഡിസിൻ മാത്രമാണ് എത്താൻ ബാക്കിയുള്ളത്. വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കുന്നതാണ്. ബാക്കി എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുകയാണ്. സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുൻ ആരോഗ്യമന്ത്രിമാർ നിപയെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് പഠിക്കണം. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ അല്പം മുൻപ് എത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിലുള്ള വിദഗ്ധരാണ് ഇന്ന് ഉച്ചയോടെ ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. രോഗബാധിത പ്രദേശങ്ങളിൽ സംഘം സന്ദർശിക്കുകയും ഒപ്പം ആരോഗ്യ പ്രവർത്തകരുമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട്. പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16ആയി. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. 2 പേർക്ക് വെസ്റ്റ് പനിയും സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസമിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചരക്കു വിമാനം തകർന്നു വീണു. AN-32 ഇരട്ട എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ സംഘടിപ്പിക്കും. 1800-3157-008 എന്ന ടോൾ ഫ്രീ നമ്പറിലെ മിസ്ഡ് കോൾ സേവനത്തിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.
2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തുടർച്ചയായ നീരൊഴുക്ക് കാരണം നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. രാവിലെ 11 മണിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5-ന് ശബരിമല നട തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5-ന് ശബരിമല നട തുറക്കും. മിഥുനം 1 15-ന് രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു അന്തരിച്ചു. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷി വകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഫ്രെയിം വർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് സബ്സിഡി വളം വിതരണം കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര കൃഷി വകുപ്പ് അവതരിപ്പിക്കുന്നത്. അനധികൃത വിൽപ്പനയും ദുരുപയോഗവും തടയാനും ആപ്പ് സഹായകമാകും. ആധാർ, ഭൂമി, വിള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആപ്പിന്റെ പ്രവർത്തനം നിർണയിച്ചിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. ഈ വർഷത്തെ P. കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. ഈ മാസം 17-ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി V. D. സതീശൻ അവാർഡ് സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30-ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പാരഗ്വായ്ക്കെതിരെ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയ്ക്ക് ജയം. 1-നെതിരെ 4 ഗോളിനാണ് അമേരിക്ക വിജയിച്ചത്. മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസാഗോവിനയും കാനഡയും സമനിലയിൽ പിരിഞ്ഞു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് 87 റൺസിന് വിജയിച്ചു. 1 മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്ര സംഘം എത്തി. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷി വകുപ്പ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.